പ്രമേഹ രോഗ പരിപാടിയായ ഡോക്ടർ JK's ഡയബി ടോക്സിലെ 27ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട്. ഫാറ്റി ലിവർ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. പല ആവശ്യങ്ങൾക്കായി വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുന്ന മിക്ക ആൾക്കാർക്കും ഫാറ്റി ലിവർ, അതായത് കരളിൽ കൊഴുപ്പുള്ളതായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് സർവ്വസാധാരണയായി കഴിഞ്ഞ ഒരു ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ ഡിസീസ്. പ്രമേഹത്തിൻ്റെ ഒരു സങ്കീർണതയായി ഫാറ്റി ലിവറും ഫാറ്റി ലിവറിൻ്റെ ഫലമായി പ്രമേഹവും ഉണ്ടാകുന്നു. ഇന്ന് ലോകമെമ്പാടും 25%, ഇന്ത്യയിൽ 35-40% ആൾക്കാർക്കും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട്. തിരുവനന്തപുരത്ത് നടന്ന ഒരു പഠനത്തിൽ ഫാറ്റി ലിവർ ഏകദേശം 50% ആൾക്കാരിലും ഉള്ളതായി കാണപ്പെട്ടു. ഇനി എന്താണ് ഫാറ്റി ലിവർ എന്ന് നോക്കാം. 5%-ലധികം കൊഴുപ്പ് കരളിൽ അടിയുന്നതിന് ആണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. കരളിലെ ഹെപ്പറ്റോസൈറ്റ്സിനുള്ളിൽ ട്രൈഗ്ലിസറൈഡ് രൂപത്തിലാണ് ഇത് ശേഖരിക്കുന്നത്. കരളിൽ ഈ കൊഴുപ്പ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയണമെങ്കിൽ കരളിൻ്റെ പ്രവർത്തനം നാം അറിഞ്ഞിരിക്കണം. കരൾ എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് പവർ ഹൗസ് ആണ്. ഒരു കെമിക്കൽ ഫാക്ടറിയിൽ എന്ന പോലെ ഭക്ഷണത്തിൽ നിന്നും ആഗിരണം ചെയ്യപ്പെടുന്ന ന്യൂട്രിയൻസ് പോർട്ടൽ സർക്കുലേഷനിലൂടെ കരളിലെത്തി ശരീരത്തിന് ആവശ്യമായ നിരവധി ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ഉൾപ്പെടെയുള്ള കൊഴുപ്പിനെ നിർമ്മിക്കുന്നു. അധികമായി നാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ കൊഴുപ്പാക്കി കരളിലും അഡിപ്പോസ് ടിഷ്യൂ ആയി സ്കിന്നിനടിയിലും സംഭരിക്കുന്നു. ആൽബുമിൻ രക്തം കെട്ടുപിടിക്കുന്നതിനുള്ള ഫൈബ്രിനോജൻ, കൊഴുപ്പിനെ ദഹിപ്പിക്കാനുള്ള ബൈൽ ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനു പുറമെ നാം കഴിക്കുന്ന മദ്യവും ഭക്ഷണത്തിലെ മറ്റ് വിഷാംശങ്ങളും ഡീറ്റോക്സിഫൈ ചെയ്യുന്നതും കരളാണ്. ഫാറ്റി ലിവർ 2 തരത്തിൽ കാണപ്പെടുന്നു. ഒന്ന്, ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് അമിതമായി മദ്യം കഴിക്കുന്നവർക്ക് കരളിൽ കൊഴുപ്പടിയുന്നത്. രണ്ടാമതായി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന NAFLD. ഇതിനെ ഇപ്പോൾ MASLD അഥവാ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് എന്നാണ് പറയുന്നത്. കൊഴുപ്പ് അടിയുന്നതിന് വേറൊരു പേരാണ് സ്റ്റിയറ്റോസിസ്. ഫാറ്റിൻ്റെ അളവനുസരിച്ച് ഇത് 1, 2, 3 എന്ന 3 ഗ്രേഡായി സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി ഫാറ്റി ലിവർ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് നോക്കാം. ഒന്ന്, ഒബിസിറ്റി അഥവാ പൊണ്ണത്തടി, പ്രത്യേകിച്ചും ബെല്ലി ഫാറ്റ്. 2, ഇൻസുലിൻ റെസിസ്റ്റൻസും പ്രമേഹവും. 3, ധാരാളം ഷുഗറും റിഫൈൻഡ് കാർബ്സും. 4, സെഡൻഡറി ലൈഫ് സ്റ്റൈലും വ്യായാമക്കുറവും. 5, മദ്യവും പ്രിസർവേറ്റീവ്സ്, ഇൻസെക്ടിസൈഡ്സ് തുടങ്ങിയ ഡയറ്റിലെ വിഷാംശം. 6, വൈറൽ ഹെപ്പറ്റൈറ്റിസ്. 7, ചില ഹെപ്പറ്റോടോക്സിക് ആയ മരുന്നുകൾ. 8, പുകവലി. 9, പാരമ്പര്യവും ഇതിന് കാരണമാകുന്നു. ഇനി ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇതിന് ലക്ഷണങ്ങളൊന്നും തന്നെ തുടക്കത്തിൽ കാണുന്നതല്ല. ക്ഷീണവും വയറിന് വലതുവശത്ത് ഒരു അസ്വസ്ഥതയും മാത്രം ചിലപ്പോൾ കാണും. രോഗം മൂർച്ഛിക്കുമ്പോൾ മാത്രമേ മഞ്ഞനോവ്, രക്തം ഛർദ്ദിക്കുക, വയറിൽ വെള്ളം കിട്ടുക മുതലായ ലക്ഷണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഫാറ്റി ലിവർ ഡിസീസിന്റെ സ്റ്റേജസ് എന്താണെന്ന് നോക്കാം. 4 സ്റ്റേജായി തരംതിരിക്കാം. 1, സിമ്പിൾ ഫാറ്റി ലിവർ, അതായത് സിമ്പിൾ സ്റ്റിയറ്റോസിസ്. 2, സ്റ്റിയറ്റോട്ടിക് ഹെപ്പറ്റൈറ്റിസ്. 3, ഫൈബ്രോസിസ്. 4, സിറോസിസ്. ഒന്നാമത്തെ സിമ്പിൾ സ്റ്റിയറ്റോസിക് സ്റ്റേജിൽ കരൾ കോശങ്ങൾ നോർമലായിരിക്കും. കൊഴുപ്പ് അധികമാകുമ്പോൾ അത് കരൾ കോശങ്ങൾക്ക് നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി രണ്ടാമത്തെ സ്റ്റേജായ സ്റ്റിയറ്റോട്ടിക് ഹെപ്പറ്റൈറ്റിസ് ആയി മാറും. മൂന്നാമത്തെ സ്റ്റേജിൽ നീർക്കെട്ടിനെ തുടർന്ന് സ്കാറിംഗ് ഉണ്ടായി കരളിൻ്റെ സോഫ്റ്റ്നെസ്സും ഇലാസ്റ്റിസിറ്റിയും നഷ്ടപ്പെട്ട് ഫൈബ്രോസിസ് ഉണ്ടാകുന്നു. ചികിത്സിക്കാതിരുന്നാൽ
നാലാമത്തെ സ്റ്റേജായ കരൾ ചുരുങ്ങി കട്ടിയാകുന്ന സിറോസിസ് എന്ന എൻ സ്റ്റേജ് ലിവർ ഡിസീസിലെത്തും. തുടർന്ന് ക്യാൻസറിനും കാരണമാകുന്നു. അതിനാൽ ഫാറ്റി ലിവറിനെ നിസ്സാരമായി കാണാതെ വേണ്ട മുൻകരുതൽ എടുത്തിരിക്കണം. ഫാറ്റി ലിവർ ഡിസീസ് ഏത് സ്റ്റേജാണെന്നും എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നും നോക്കാം. ഒന്ന്, അൾട്രാസൗണ്ട് സ്കാൻ. അൾട്രാസൗണ്ട് സ്കാനിൽ ഫാറ്റി ലിവർ അഥവാ സ്റ്റേറ്റോസിസ് അതായത് സ്റ്റേജ് 1 ആണോ എന്ന് തുടക്കത്തിലേ കണ്ടുപിടിക്കാം. 2, ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റിലെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ SGOT, SGPT ഇവ കൂടിയാൽ സ്റ്റേജ് 2 അതായത് സ്റ്റേറ്റോട്ടിക് ഹെപ്പറ്റൈറ്റിസ് ഉറപ്പിക്കാം. മൂന്നാമത്തെ ടെസ്റ്റ് ഇലാസ്റ്റോഗ്രാഫിയാണ്. ഇലാസ്റ്റോഗ്രാഫി ഉപയോഗിച്ച് സ്റ്റേജ് 3 എന്ന ഫൈബ്രോസിസ് ഡയഗ്നോസ് ചെയ്യാം. ഇലാസ്റ്റോഗ്രാഫി 2 തരം. ഒന്ന്, ട്രാൻസിയന്റ് ഇലാസ്റ്റോഗ്രാഫി എന്ന ഫൈബ്രോസ്കാൻ വളരെ വാലിഡേറ്റഡ് ആയ ടെസ്റ്റാണ്. ഗ്യാസ്ട്രോഎൻട്രോളജിയിൽ വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ഇലാസ്റ്റോഗ്രാഫി ഷിയർ വേവ് ഇലാസ്റ്റോഗ്രാഫിയാണ്. ഇതും ഡയഗ്നോസ് ചെയ്യാൻ വളരെ ഫലപ്രദമാണ്. ഒബിസിറ്റിയിൽ ഇത് കൂടുതൽ ഫലപ്രദമാണ്. നാലാമത്തെ ടെസ്റ്റാണ് ലിവർ ബയോപ്സി. സിറോസിസ് അതായത് സ്റ്റേജ് 4 കൺഫേം ചെയ്യാൻ ഇത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. MRI സ്കാനും സ്ക്രീനിങ്ങിനായി ഉപയോഗിക്കാറുണ്ട്. ഇനി ഫാറ്റി ലിവറിന്റെ ചികിത്സ എന്താണെന്ന് നോക്കാം. തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഫലപ്രദമായ ചികിത്സ കൊടുക്കാൻ കഴിയുകയുള്ളൂ. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെയാണ് ഇതിൻ്റെ ചികിത്സ. ഡയറ്റും വ്യായാമവും. ഭാരം കുറയ്ക്കുന്നതിനുള്ള മെഡിറ്ററേനിയൻ ഡയറ്റ് പോലുള്ള ഭക്ഷണക്രമവും ശരിയായ വ്യായാമവും ആവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ് ആണ് മുഖ്യമായും കുറയ്ക്കേണ്ടത്. പ്രോസസ്ഡ് ഫുഡും റിഫൈൻഡ് ഫുഡും ഒഴിവാക്കുക. ബേക്കറി ഫുഡും കോള തുടങ്ങിയ കാർബണേറ്റഡ് ഡ്രിങ്ക്സും പാക്ഡ് ഡ്രിങ്ക്സും വർജിക്കണം. റെഡ് മീറ്റും ട്രാൻസ് ഫാറ്റും പിന്നെ ഫ്രൈഡ് ഫുഡും പൂർണ്ണമായി ഒഴിവാക്കണം. ഫൈബ്രോസിസിന് ഫലപ്രദമായ മരുന്നുകൾ കുറവാണ്. റെസ്മെട്രോം എന്ന മരുന്നിന് FDA അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഇവിടെ ലഭ്യമല്ല. സരോഗ്ലിറ്റസാർ എന്ന ഇന്ത്യൻ നിർമ്മിത മരുന്ന് ലിവർ എൻസൈംസിനെയും ഫൈബ്രോസിസിനെയും കുറയ്ക്കുന്നതിനായി ഉപയോഗിച്ചു വരുന്നു. പയോഗ്ലിറ്റസോൺ, വൈറ്റമിൻ ഇ തുടങ്ങിയവയും ഉപയോഗിക്കാറുണ്ട്. വെയ്റ്റ് റിഡക്ഷനായി സെമാഗ്ലൂട്ടൈഡും ടിർസാപാറ്റൈഡും ഉപയോഗിച്ചു വരുന്നു. ഒബസിറ്റിയിൽ ഭാരം കുറയ്ക്കുന്നത് അതായത് 3% ഭാരക്കുറവ് സിമ്പിൾ സ്റ്റേറ്റോസിസിനെയും 5 മുതൽ 7% വരെ ഭാരം കുറച്ചാൽ സ്റ്റേറ്റോട്ടിക് ഹെപ്പറ്റൈറ്റിസിനെയും 10% തൂക്കക്കുറവ് ഫൈബ്രോസിസിനെയും കുറയ്ക്കും. ഒപ്പം പ്രമേഹം, ട്രൈഗ്ലിസറൈഡ്, ഹൈ BP മുതലായവ നിയന്ത്രിക്കണം. മദ്യപാനം, പുകവലി മുതലായവ ഉപേക്ഷിക്കുക. സിറോസിസ് സ്റ്റേജിലെത്തിയാൽ അത് എൻ സ്റ്റേജ് ലിവർ ഡിസീസ് ആയതിനാൽ കരളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും തകരാറിലായി കരൾ മാറ്റിവെക്കൽ വരെ വേണ്ടി വരുമെന്നതിനാൽ വളരെ നേരത്തെ തന്നെ ഇത് കണ്ടുപിടിച്ച് മാരകമായ ഒരു വിപത്തിനെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കമൻസും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മെഡിറ്ററേനിയൻ ഡയറ്റ് മുതലായ ഫാറ്റി ലിവറിലെ ഭക്ഷണക്രമം, വ്യായാമം, പിന്നെ സെമാഗ്ലൂട്ടൈഡ് പോലുള്ള ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇഞ്ചക്ഷൻ ചെയ്ത് പൊണ്ണത്തടി കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനുമുള്ള ആധുനിക മാർഗങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോയുമായി അടുത്ത 28ാം എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.